Magic morning. Magic morning. Magic morning. Magic morning, sir. എവിടെ ആങ്കർമാരില്ലേ? ഹലോ, നമ്മളെ ട്രെയിനറി ആങ്കറൊന്നും കാണാനില്ലല്ലോ. ശരി മാം. വിളിക്കാമേ. ഷീജ ഒന്ന് ആങ്കർ ചെയ്യേ. എന്താ ഷീജ? അതിനൊന്നും ആയിട്ടില്ല സാർ. എന്നാ ഞാല് ആണ്ടാകേനെ അങ്ങട്ട് ചെയ്യാനെ അപ്പ ഉണ്ടാവും ഇല്ലേ? ഉസ്താദ് സാർ ഒന്ന് ആങ്കർ ചെയ്യും. ആങ്കർ വരുവോളൊക്കെ ആങ്കർ ചെയ്യാം. ആങ്കർ വന്നങ്ങനെ നമ്മള് സബാസ് ഇതിലുണ്ടായിരുന്നല്ലോ, എവിടെ പോയി? CH കട്ടായി പോയോ? എങ്ങനെയുണ്ട് മഴ? മഴ കുയി മഴ ഇന്ന് കുറവാ രാത്രി. ആ ദിവ്യന്റെ നാട്ടിലോ? ഇവിടെ ഉണ്ട് മഴ, നല്ല മഴയാ. ഉം. ഞങ്ങളെ നാട്ടിലൊരു മഴ കിട്ടാനില്ല. ഇല്ല. മഴക്കാറും ഇടിവെട്ടും ഒക്കെ ഉണ്ടാവും, പക്ഷെ മഴ ഇല്ല. നല്ല മനുഷ്യന്മാരാണ്, അപ്പളേ മഴ ഇല്ലുള്ളൂ. ആന്ധ്രയൊക്കെ അങ്ങനെ തന്നെ സാർ, എപ്പോഴും അങ്ങനെ. ഞങ്ങളൊക്കെ നല്ലത് ഏറിയിട്ടാണ് ഇവിടെ വെള്ളപ്പൊക്കം ഉണ്ടായത്. ഏ, വന്നിട്ടുണ്ട്. എന്ത് പറ്റി സബാസ് മാം? ഇവിടെ വന്നിട്ടാണ്ടേ തിരിച്ചു പോയല്ലോ. അല്ല, എനിക്കൊരു സംശയം തോന്നി, ഇന്ന് ഞാനാണോ ക്ലാസ് എടുക്കണേന്ന്. അതാണ് ഞാൻ പിന്നെ പോയത്. എനിക്ക് ഇത് അയ്യോ അയച്ചു അങ്ങനെ. തന്നിട്ടുണ്ടായിരുന്നില്ലായിരുന്നു. ഇനി വേറെ ശരി. വേറെ ട്രെയിനേഴ്സ് ആണോ? കാരണം ക്ലാസ് എടുക്കണമെന്ന് പറഞ്ഞു, പക്ഷെ അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും തന്നില്ലായിരുന്നു. ഇന്ന് ഞാൻ തന്നെയാണോന്ന് ഡീറ്റെയിൽസ് എനിക്കൊരു ഡൗട്ട്. തരുന്ന ആളുകളൊക്കെ ഓരോരോ ചുറ്റുപാടിലാണ്. അന്ന് ആങ്കറിനെയും കാണാനില്ല. ഓക്കെ ഓക്കെ. അപ്പൊ ഫ്ലെയർ ഒന്നും കണ്ടില്ല, അപ്പൊ ഞാൻ കരുതി ഇനി വേറെ മറ്റാരെങ്കിലും ആയിരിക്കും ഇത്. സുരേഷിന് വന്നിട്ടുണ്ട്. എന്താ പറഞ്ഞതോ? നമുക്കെന്നാ സ്റ്റാർട്ട് ചെയ്താലോ? അല്ല, സുരേഷിന് വന്നിട്ടുണ്ട്. അല്ല, ഒരു നിമിഷം മാം. മാജിക്കിന്റെ 2255 സൂം മീറ്റിംഗിലേക്ക് എല്ലാവരെയും വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ ഇൻവൈറ്റ് ചെയ്യുന്നു. ബൗണ്ടറീസ് ആർ നോട്ട് വാൾസ്, ദേ ആർ ഡോർസ് വിത്ത് ഹെൽത്തി ലിമിറ്റ്സ് എന്ന ടോപ്പിക്കിനെ പറ്റി നമുക്ക് വേണ്ടി ഇന്ന് സെഷൻ എടുക്കുന്നത് ഷബാസ് മാം ആണ്. വെൽക്കം മാം. താങ്ക് യു. ഈ ഒരു സുപ്രഭാതത്തില് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കൂടാനും ഇങ്ങനെ ഒരുമിക്കാനും എല്ലാത്തിനും സാധിച്ചതിന് സർവേശ്വരനോട് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. അപ്പോൾ ഇന്ന് ഇതിനു മുമ്പ് നമ്മളൊരു ക്ലാസ്സിൽ എടുത്തത് ഇമോഷണൽ അക്സെപ്റ്റൻസ് ആയിരുന്നു. അതൊരു സ്കില്ലാണ്. അതുപോലെ മറ്റൊരു സ്കില്ല് തന്നെയാണ് ഇമോഷണൽ ബൗണ്ടറി സെറ്റ് ചെയ്യുക എന്നത്. അത് നമ്മുടെ ലൈഫിൽ ത്രൂ അവർ എക്സ്പീരിയൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നമ്മൾ അക്യൂർ ചെയ്യേണ്ട ഒരു ഏറ്റവും അത്യാവശ്യമുള്ള ഒരു സ്കില്ലാണ്.
പലരും പറയും നമ്മൾ സങ്കടത്തിലാണ് അല്ലെങ്കിൽ പ്രശ്നത്തിലാണ്, എന്നെ എന്താണ് മറ്റുള്ളവരുടെ വാക്കുകൾ എന്നെ ഹർട്ട് ചെയ്തു, എനിക്ക് അതുകൊണ്ട് ഞാൻ ഡൗൺ ആയി പോകുന്നു. ഇങ്ങനെയുള്ള പരാതികൾ പറയുമ്പോൾ ആ പരാതികൾ പറയുന്നതിന് പകരം ആ പരാതികളാണോ നമുക്ക് വേണ്ടത്, പകരം നമ്മൾ ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണോ വേണ്ടത്, അത് നമ്മളൊന്ന് ആലോചിക്കുക. അപ്പോൾ അതൊരു സ്കില്ലാണ്. നമ്മൾ സ്വന്തമായിട്ട് ഹാപ്പി ആയിട്ട് എത്ര എത്ര പ്രശ്നങ്ങളോ കാര്യങ്ങളോ വന്നാലും സ്ട്രഗിൾസ് വന്നാലും അവിടെ നമ്മൾ ഹാപ്പി ആയിട്ട് എങ്ങനെ ഇരിക്കാം എന്നതാണ് ഈ ഒരു ക്ലാസ്സിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇമോഷണൽ ബൗണ്ടറീസ്. നിങ്ങൾ പലപ്പോഴും ഫോൺ ആരെങ്കിലും എന്തെങ്കിലും ഫോൺ വിളിക്കാൻ ചോദിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫോൺ കൊടുക്കുമ്പോൾ കൂടുതൽ പാസ്വേഡ് പറഞ്ഞു കൊടുക്കുകയാണോ ചെയ്യുന്നത്? നിങ്ങൾ പാസ്വേഡ് അൺലോക്ക് ചെയ്തിട്ട് ഇന്ന വിളിച്ചോ അല്ലെങ്കിൽ ഇന്ന കാര്യം ചെയ്തോ എന്ന് പറഞ്ഞു കൊടുക്കുകയാണോ ചെയ്യാറ് സാധാരണ? നോർമലി ഏതാ നമ്മൾ ചെയ്യാറ്? അൺലോക്ക് ചെയ്ത് കൊടുക്കും. അൺലോക്ക് ചെയ്തിട്ട് കൊടുക്കും. എന്താ പാസ്വേഡ് പറഞ്ഞു കൊടുക്കില്ലാത്ത നിങ്ങൾ ആർക്കും? പ്രൈവസി നഷ്ടപ്പെടുക. എന്താണ് സാർ? കേട്ടില്ല, ക്ലിയർ ആയില്ല. നമ്മൾ പ്രൈവസി കീപ്പ് ചെയ്യണം. ഓ, നമ്മുടെ പ്രൈവസി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് നമ്മുടെ സെക്യൂരിറ്റി നമ്മൾ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫോണിൽ പാസ്വേഡ് ഇട്ട് പ്രൊട്ടക്ട് ചെയ്താണ് ഫോൺ കൊടുക്കുമ്പോൾ അവർക്കത് എന്തെങ്കിലും ആവശ്യത്തിന് കൊടുക്കുമ്പോൾ ജസ്റ്റ് അത് കൊടുക്കുന്നു, അവരത് യൂസ് ചെയ്യുന്നു, നമുക്ക് തിരിച്ചു തരുന്നു. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഇമോഷണൽ ബൗണ്ടറീസും. അതായത് നമുക്ക് ഒരു പാസ്വേഡ് ഇട്ട് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്ന ഈ ഇമോഷൻസിനെ, അതായത് പുറത്തുനിന്ന് ഒരാള് നമ്മൾ അത് ഫുൾ റിജിഡ് ആയിട്ട് നിൽക്കുകയല്ല വേണ്ടത്. നമ്മളിപ്പോ ഫ്രണ്ട് ഒന്ന് കോൾ ചെയ്യാൻ ചോദിച്ചു അല്ലെങ്കിൽ മറ്റൊരു ആവശ്യത്തിന് ചോദിച്ചു, നമ്മൾ നമ്മുടെ ഫോൺ കൊടുക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നില്ല, നമ്മളവിടെ പാസ്വേഡ് നമ്മൾ അവിടെ പറഞ്ഞു കൊടുക്കുന്നില്ല, നമുക്ക് അവർക്ക് വേണ്ട. അതുപോലെ തന്നെയാണ് നമ്മുടെ ഇമോഷൻസ്, അത് നമ്മുടെ പ്രൈവസിയാണ്, അത് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുക. അതിനെ കൈകടത്താൻ മറ്റൊരാൾക്ക് നമ്മൾ അവസരം ഉണ്ടാക്കാതിരിക്കുക. അതായത് നമ്മുടെ ഇമോഷൻസിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുക. നമ്മുടെ ഇമോഷൻസിൽ ഒരു കൈകടത്തൽ മറ്റുള്ളവരുടെ ഉണ്ടാവാതിരിക്കുക. അതൊരിക്കലും ഒരു റിജിഡ് ബൗണ്ടറി അല്ല, ഒരു സെൽഫിഷ്നെസ്സോ അല്ല. കാരണം നമ്മുടെ മൊബൈലിൽ പാസ്വേഡ് ഇട്ട് സൂക്ഷിക്കുന്നത് ഒരു സെൽഫിഷ്നെസ് അല്ല, അത് ഫോർ സെക്യൂരിറ്റി ആണ് നമുക്ക്. അതുപോലെ ഇമോഷണൽ ബൗണ്ടറി സെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു സെക്യൂരിറ്റിയാണ്. അപ്പോൾ അത് നമ്മൾ യൂസ് ചെയ്യുന്ന പാസ്വേഡിൽ തന്നെ അത് പല രീതിയിലുള്ള പാസ്വേഡുകൾ ഉണ്ടാവാം. ആ പാസ്വേഡിന്റെ സെക്യൂരിറ്റി കൂടുന്നതിനനുസരിച്ച് ആ പാസ്വേഡിന്റെ വേരിയേഷൻ വരും. അതുപോലെ നമ്മളും നമ്മുടെ ഡിജിറ്റൽ ബൗണ്ടറി എന്ന് പറയുന്ന ഒരു പാസ്വേഡ് പോലെ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്നതാണ്. അപ്പൊ അത് ഏത് രീതിയിൽ സെറ്റ് ചെയ്യണം എന്നത് നമുക്ക് തീരുമാനിക്കാം. അപ്പോൾ എന്തായിരിക്കും ഇമോഷണൽ ബൗണ്ടറി? Invisible limits that define your emotional space, protect your identity and emotional well-being. അതായത് നമ്മുടെ ഇമോഷണൽ സ്പേസ് ഒരു ഇൻവിസിബിൾ ലിമിറ്റ് ആണ്. അതിൽ എത്രത്തോളം മറ്റുള്ളവരുടെ കൈകടത്തലുകൾ വരാം, അല്ലെങ്കിൽ അതിന്റെ ലിമിറ്റ്സ് അത് എത്രയാണെന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ്. അതായത് പുറമെ കാണുന്ന ഒരു വസ്തുവല്ല ഈ ഇമോഷണൽ ബൗണ്ടറി എന്ന് പറയുന്നത്. പക്ഷെ മറ്റുള്ളവരുടെ ഇമോഷൻസിനെ നമ്മൾ എത്രത്തോളം ക്യാരി ചെയ്യണം അല്ലെങ്കിൽ നാം എത്രത്തോളം കൊണ്ടുപോകണം എന്ന് ഉള്ള തീരുമാനം നമ്മുടേതായിരിക്കണം. ഒരു ഇൻവിസിബിൾ ലിമിറ്റ് ആണ്, അത് നമ്മുടെ ഇമോഷണൽ സ്പേസിനെ ഡിഫൈൻ ചെയ്യുന്നു. അത് നമ്മുടെ പലരും ഫോൺ എന്ത് ചെയ്യുന്നില്ല, പാസ്വേഡ് ഇടാതെ നമുക്ക് യൂസ് ചെയ്യാം, അല്ലാതെ പാസ്വേഡ് ഇടുന്ന നിർബന്ധമൊന്നുമില്ല. അതുപോലെ നമ്മുടെ ഐഡന്റിറ്റിക്കും നമ്മുടെ ഇമോഷണൽ വെൽബീയിനും വേണ്ടി നമ്മൾ സെറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ ഇമോഷണൽ ബൗണ്ടറി. പലരും ഈ ഇമോഷണൽ ബൗണ്ടറി സെറ്റ് ചെയ്യാതെ വരുമ്പോഴാണ് അവരുടെ ജീവിതം വളരെ സങ്കടം നിറഞ്ഞതാവുന്നത്. മറ്റുള്ളവരുടെ വാക്കുകളും സ്ട്രഗിൾസും ഒക്കെ, മറ്റുള്ളവരുടെ ഇമോഷൻസ് കൂടി നമ്മൾ ക്യാരി ചെയ്ത് കൊണ്ട് നടക്കുമ്പോൾ നമ്മൾ ആകെ ഓവർവെൽംഡ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഇമോഷൻസ് നമ്മൾ ക്യാരി ചെയ്യുക, മറ്റുള്ളവരുടെ ഇമോഷൻസ് ക്യാരി ചെയ്യേണ്ട ആവശ്യം ഒരിക്കലും നമ്മളില്ല. പക്ഷെ നമ്മൾ സാധാരണ ചെയ്യുന്നത് എന്താണ്?
ഹസ്ബൻഡ് അല്ലെങ്കിൽ മക്കള്, മദറിലോ, നമ്മുടെ അമ്മ, അച്ഛൻ, നമ്മുടെ കൊളീഗ്സ്, നമ്മുടെ ഫ്രണ്ട്സ്, ഇവരുടെ ഇമോഷൻസ് കൂടി നമ്മുടേതാണ് എന്ന് കരുതി നമ്മൾ ക്യാരി ചെയ്തുകൊണ്ട് പോകും. നമ്മൾ അവിടെ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുന്നില്ല, ഇത് എന്റെ ഇമോഷൻസ് അല്ല എന്നുള്ളൊരു തോന്നലില്ലാതെ മറ്റുള്ളവരുടെ ഇമോഷൻസ് കൂടി നമ്മൾ ക്യാരി ചെയ്തുകൊണ്ട് പോകും. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മളൊരു നല്ല ബൗണ്ടറിയാണ് സെറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ഇമോഷൻസ് അത് എന്താണ് കൂടാതെ ഓവർ ആയി വന്ന് നമുക്കത് ബേർഡൻ ആയിട്ട് മാറാതെ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ചെയ്യാം. അതുപോലെ നമ്മുടെ ക്ലാരിറ്റി, മെന്റൽ ക്ലാരിറ്റി, അതുപോലെ മെന്റൽ കൺട്രോൾ. ചിലവര് എല്ലാവരുടെയും പ്രശ്നങ്ങളും എടുത്ത് തലയിൽ വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ സ്ട്രഗിൾ ചെയ്യും. എങ്ങനെയായിരിക്കും സ്ട്രഗിൾ ചെയ്യുന്നത്? നമ്മൾ ഓഫീസിലെ പ്രശ്നങ്ങളും കാര്യങ്ങളും അവിടുത്തെ എല്ലാവരുടെയും ഇമോഷൻസും എടുത്ത് വെക്കുന്നു, മക്കളുടെ ഇമോഷൻസ് ഇത്. അത് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നു കഴിയുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ വന്നു കഴിയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ദേഷ്യപ്പെടുന്നു. കാരണം നമ്മൾ ഓൾറെഡി എല്ലാവരുടെ ഇമോഷൻസും ക്യാരി ചെയ്ത് നമ്മൾ തളർന്നിരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ മറ്റുള്ളവരോട് ബിഹേവ് ചെയ്യുമ്പോൾ ഈ ഇമോഷൻസ് എല്ലാം നമ്മൾ കുറേ നേരം നമ്മൾ ഇതെല്ലാം ക്യാരി ചെയ്യും. ഒരു മൊമെന്റ് എത്തുമ്പോൾ നമ്മൾ എന്താണ് ഇത് നമ്മൾ പൊട്ടിത്തെറിക്കാൻ തുടങ്ങും. നമുക്ക് ദേഷ്യമാവും, സങ്കടാവും, കരച്ചിലാവും. ഓ, എന്റെ ലൈഫ് മാത്രം എന്താ ഇങ്ങനെയായി പോയത്. പക്ഷെ അതിന്റെ മെയിൻ ഉത്തരവാദി നമ്മളാണെന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല. കാരണം നമ്മൾ ചിന്തിക്കുമ്പോൾ എന്താണ്, ഓ എന്റെ ഹസ്ബൻഡാണ്, എന്റെ ഹസ്ബൻഡിന്റെ ഇമോഷൻസ് ക്യാരി ചെയ്യേണ്ടത് ഞാനാണ്, അല്ലെങ്കിൽ എന്റെ മക്കളാണ്, അവരുടെ പ്രോബ്ലംസ് ക്യാരി ചെയ്യേണ്ടത് ഞാനാണ്. ഇതെന്റെ ഫ്രണ്ടാണ്, ഫ്രണ്ടിന് ഇങ്ങനെ ഒരു ഇഷ്യൂസ് വന്നു, അത് എല്ലാവർക്കും അവരുടേതായ പ്രോബ്ലംസും ഇമോഷൻസും ഇഷ്യൂസും ഉണ്ടാവും. അത് അവരവർ തന്നെയാണ് അത് ഹാൻഡിൽ ചെയ്യേണ്ടത്. ഒരിക്കലും എനിക്ക് മറ്റൊരാളുടെ ഇമോഷൻസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. അത് നമ്മൾ ക്യാരി ചെയ്ത് കൊണ്ടുപോകുമ്പോൾ നമുക്കാണത് ബേർഡൻ. ഇതുപോലെ ഈ മറ്റുള്ളവരുടെ ഇമോഷൻസും കൂടെ നമ്മൾ ക്യാരി ചെയ്ത് പോകുമ്പോൾ സംഭവിക്കുന്നത് എന്താന്ന് വെച്ചാൽ നമ്മുടെ റിലേഷൻഷിപ്പ് പലതും ബ്രേക്ക് ആവാനുള്ള, അതായത് ഒരു സ്ട്രോങ് ഹെൽത്തി ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കില്ല. കാരണം നമ്മൾ ഓൾറെഡി എന്താണ് വളരെ ടയേർഡായി, എല്ലാം ക്യാരി ചെയ്യുമ്പോൾ ഓൾറെഡി ടയേർഡാണ്. അപ്പോൾ നമ്മൾ എനർജറ്റിക് ആയിട്ട് സ്ട്രോങ് ആയിട്ട് നിൽക്കുമ്പോഴാണ് നമുക്ക് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനും സാധിക്കുന്നത്. പക്ഷെ എന്താണ്, നമ്മൾ ഇവരുടെ എല്ലാം ക്യാരി ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ഒരിക്കലും സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ സാധിക്കില്ല. അപ്പോൾ എന്താണ് ശരിക്കും ഒരു ഇമോഷണൽ ബൗണ്ടറി എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു വീടിന്റെ വാതിൽ പോലെയാണ്. ആ വാതില് നമ്മൾ ഏതൊക്കെ ടൈമിൽ തുറക്കണം, അല്ലെങ്കിൽ ഒരിക്കലും നമ്മൾ ഒരു വീട് പണിയുമ്പോൾ ഒരു ഡോർ ഇല്ലാത്തൊരു വീടല്ല പണിയുന്നത്. ആ ഡോർ പണിതത് കൊണ്ട് നമ്മൾ മറ്റുള്ളവരോടൊന്നും കണക്ഷൻ ഇല്ല എന്നല്ല. നമുക്ക് എങ്ങനെയാണ് നമ്മുടെ വീട്ടില് നമ്മുടെ ഫ്രണ്ട്സ് വരുന്നുണ്ട്, റിലേറ്റീവ്സ് വരുന്നുണ്ട്, ആരൊക്കെ നമ്മുടെ വീട്ടിൽ കയറണം എന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ്. അല്ലാതെ റോഡിലൂടെ പോകുന്ന എല്ലാ വഴിപോക്കർക്കും കയറാൻ വേണ്ടി നമ്മൾ നമ്മുടെ വീടിന്റെ വാതിൽ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, ഓപ്പൺ ആക്കി ഇടുന്നില്ല. നമ്മൾ തീരുമാനിക്കുന്നു ആരാണ് നമുക്ക് സേഫ് ആയിട്ട്, നമുക്ക് ഇഷ്ടമുള്ള നമ്മുടെ ഫ്രണ്ട്സ് വരുമ്പോൾ വളരെ ഹാപ്പി ആയിട്ട് നമ്മൾ ഇതാക്കുന്നു. ഇനി ചിലപ്പോ ചില സാഹചര്യങ്ങളിൽ നമ്മൾ വന്ന് ചിലവർ ബെല്ലടിച്ചാൽ പോലും ചില സാഹചര്യങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അത് ഓപ്പൺ ആക്കാറില്ല, നമ്മൾ കാണാത്ത മട്ട് നടിക്കുന്നു. എന്താണ് അവിടെ നമുക്ക് ആ വന്നിരിക്കുന്ന വ്യക്തി ഓക്കെ അല്ല, അതെനിക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാകും എന്ന് നമുക്ക് തോന്നുമ്പോഴാണ് നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നത്, നമ്മൾ വാതിൽ ഓപ്പൺ ആക്കാത്തത്. അതുപോലെ നമ്മുടെ ഇമോഷൻസിന്റെ കാര്യത്തിലും നമ്മൾ ഒരു ഇമോഷണൽ ബൗണ്ടറി എന്ന് പറഞ്ഞ ഒരു ഡോറാണ്. അത് ഏതെല്ലാം ഇമോഷൻസ് എടുക്കണം, എന്തൊക്കെ ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ്. അതായത് നമ്മുടെ വീടിന്റെ വാതിൽ പോലെയാണ് നമ്മുടെ ഇമോഷണൽ ബൗണ്ടറി. അത് നമ്മളാണ് സെറ്റ് ചെയ്യേണ്ടത്. ആരെയൊക്കെ ഉള്ളിൽ കയറ്റാൻ അനുവദിക്കണം, ഏതൊക്കെ ഇമോഷൻസ് ഞാൻ എടുക്കണം, ക്യാരി ചെയ്യണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുന്നത് ആയിരിക്കും. നമ്മളൊരു എന്താണ് ഒരു വീട് നമ്മളൊന്ന് ഇമാജിൻ ചെയ്യുക. ആ വീട്ടില് അമ്മയ്ക്ക് എല്ലാവരുമായിട്ട് ഭയങ്കര കമ്പനിയാണ്. ഏതൊരാൾ എന്ത് ഹെൽപ്പ് ചോദിച്ചാലും അതൊക്കെ ചെയ്തു കൊടുക്കും. എന്റെ ഫ്രണ്ട്സ് വന്ന് ഒരു ദിവസം സ്റ്റേ ചെയ്തോട്ടെ, അല്ലെങ്കിൽ ഞാൻ വീട്ടിലേക്ക് വരുന്നോട്ടെ എന്ന് ചോദിക്കുന്നു, വരുന്നു, എല്ലാ സാധനങ്ങളും യൂസ് ചെയ്യാനുള്ള പെർമിഷൻ കൊടുക്കുന്നു. അതുപോലെ മക്കളുടെ ഫ്രണ്ട്സ് വരുന്നു, അവർക്കും ഏത് രീതിയിൽ ആ വീട് യൂസ് ചെയ്യാനുള്ള ഒരു പെർമിഷൻ ഉണ്ട്. കാരണം ആള്
പറയുന്നത് എങ്ങനെയാണ്? ആ അമ്മ ഭയങ്കര പാവം, നമ്മൾ എപ്പോ ചെന്നാലും ഫുഡ് ഉണ്ടാക്കി തരും, നമ്മൾ എന്ത് പറഞ്ഞാലും രാത്രി 12 മണിക്ക് ചെന്നിട്ട് ഫുഡ് ഉണ്ടാക്കി തരാൻ പറഞ്ഞാലും എല്ലാം ചെയ്തു തരും, അവന്റെ അമ്മ നല്ല അമ്മയാണ്. ഈ ഒരു വാക്കോടുകൂടി ചെല്ലുന്നു. ആ അമ്മയുടെ ഫ്രണ്ട്സ് വരുന്നു, ഹസ്ബൻഡിന്റെ ഫ്രണ്ട്സ് വരുന്നു, മക്കളുടെ ഫ്രണ്ട്സ് വരുന്നു, അതുപോലെ നൈബേഴ്സ് വരുന്നു, കൊളീഗ്സ് വരുന്നു. ഇവരെല്ലാവരും എപ്പോഴും പറയും നല്ല അമ്മയാണ്, പാതിരാത്രി കയറി ചെന്നാലും എല്ലാം ചെയ്തു തരും, വളരെ ഫ്രണ്ട്ലിയാണ്. എന്തായിരിക്കും അമ്മയുടെ അവസ്ഥ? അമ്മയ്ക്ക് ഒരു ഫ്രീഡമോ ഒരു പ്രൈവസിയോ ഇല്ല. കാരണം അമ്മ ഒത്തിരി ടയേർഡായിട്ട് ചിലപ്പോൾ കിടക്കാൻ നിൽക്കുന്ന സമയത്തായിരിക്കും രാത്രി 12 മണിയാകുമ്പോൾ മകന്റെ ഫ്രണ്ട്സ് വരുന്നു ഇത് ചെയ്യുക. പിന്നെ ചിലപ്പോ ഏർലി മോർണിംഗിൽ ഹസ്ബൻഡിന് ചിലപ്പോ ജോലിക്ക് പോകും, എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അപ്പോഴത്തേക്കും വീണ്ടും ആ അമ്മയ്ക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യണം. അപ്പോൾ നമ്മൾ എവിടെയാണോ നോ പറയേണ്ടത് അവിടെ നമ്മൾ നോ പറയാൻ പഠിക്കണം. അതാണ് നമ്മുടെ ഇമോഷണൽ ബൗണ്ടറി. എവിടെ നമ്മൾ നോ പറയണം, ആരുടെയൊക്കെ ഇമോഷൻസ് നമ്മൾ ക്യാരി ചെയ്യണം എന്ന് നമ്മൾ ചിന്തിക്കുക. ഇപ്പൊ ഞാൻ ഈ അമ്മയുടെ കാര്യം പറഞ്ഞില്ലേ, ആ അമ്മയുടെ സയൻസ് ആണ് വീക്ക് ബൗണ്ടറീസ്. അതായത് എല്ലാവരെയും സന്തോഷിപ്പിക്കുക, ഒരിക്കലും നോ പറയുന്നില്ല. പകരം എന്താണ്, അവർക്ക് എന്ത് സംഭവിക്കുകയാണ്? അവർക്ക് ഇതുപോലെ മറ്റുള്ളവരുടെ ഇമോഷൻസ് നമ്മൾ ക്യാരി ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡൗൺ ആയി പോവാണ്. പക്ഷെ നമ്മൾ ചിന്തിക്കുന്നത് എന്താണ്? നോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് നമ്മളോട് ഇഷ്ടക്കുറവുണ്ടാവുമോ, ഇങ്ങനെയുള്ള തോട്ട്സ് വരുമ്പോൾ നമ്മൾ എന്താണ്, എല്ലാ ഇമോഷൻസും, നമ്മുടെ ഫ്രണ്ട് വന്ന് കുറെ സങ്കടങ്ങളും കാര്യങ്ങളും പറയുന്നു, ഈ ഇമോഷൻസ് എല്ലാം നമ്മൾ ക്യാരി ചെയ്ത് കൊണ്ടു നടക്കും. ഇനി അവൾക്ക് എങ്ങനെ ഇതിന് രക്ഷപ്പെടാൻ പറ്റും? നമ്മൾ ഈ ഇമോഷൻസ് ക്യാരി ചെയ്ത് കൊണ്ട് നടന്ന് അതിന് സൊല്യൂഷനൊക്കെ നമ്മൾ അത് കേട്ടിട്ട് അതിന് എന്തെങ്കിലും സൊല്യൂഷൻസ് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുമെങ്കിൽ അത് പറഞ്ഞു കൊടുക്കാം. പക്ഷെ നമുക്കൊരിക്കലും എന്താണ്, അവരെ കൊണ്ട് നമ്മൾ കണ്ടെത്തിയ സൊല്യൂഷൻ അവരെ കൊണ്ട് പറഞ്ഞ് കൺവിൻസ് ചെയ്യിപ്പിച്ച് ചെയ്യിക്കല് പോസിബിൾ അല്ല. നമുക്കത് അവർക്ക് ജസ്റ്റ് നമുക്ക് പറയാം, അവർ ഓക്കെ ആണെങ്കിൽ അവർ ചെയ്താലാണ് അവിടെ എന്തുണ്ടാവുന്നുള്ളൂ, അവിടെ അതില് വിജയം കിട്ടുന്നുള്ളൂ. എന്റെ കാര്യങ്ങൾ എനിക്ക് തീരുമാനിക്കാൻ, എനിക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ മറ്റൊരാളുടെ കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് പറയാനേ പറ്റുള്ളൂ. അവരത് ഏറ്റെടുത്ത് ചെയ്താലാണ് അവിടെ എന്തുണ്ടാവുള്ളൂ, സക്സസ് ഉണ്ടാവുള്ളൂ. അപ്പൊ നമുക്ക് എന്താണ്, അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ആള് അക്സെപ്റ്റ് ചെയ്ത് അത് ചെയ്തില്ല, അതുകൊണ്ടാണ് ആൾക്ക് ഇങ്ങനെയുള്ള ഇഷ്യൂസ് വന്നത്, ഇങ്ങനെയൊക്കെ നമ്മൾ വറി ചെയ്തുകൊണ്ടിരുന്നാൽ അത് നമുക്കൊരിക്കലും സന്തോഷത്തോടെ ഇരിക്കാൻ സാധിക്കില്ല. നമുക്ക് ജസ്റ്റ് സൊല്യൂഷൻസ് ചിലപ്പോൾ പറഞ്ഞു കൊടുക്കാം, അതവർക്ക് ഓക്കെ ആണെങ്കിൽ അവർ ചെയ്യട്ടെ, ചെയ്താൽ അവർ ഓക്കെ, അത്രയാണ് നമ്മൾ ചിന്തിക്കാവുള്ളൂ. അല്ലാതെ അവരുടെ ആ ഇമോഷൻസും അവരുടെ പ്രശ്നങ്ങളും നമ്മൾ ഉള്ളിലേക്ക് എടുത്ത് ഒരിക്കലും മുന്നോട്ട് പോകരുത്. പകരം നേരെ തിരിച്ചുണ്ട്. അതായത് എന്താണ്, ഒരു റിലേഷൻഷിപ്പ്, ആ റിലേഷൻഷിപ്പ് ബ്രേക്കായി, അതിന് വളരെ സങ്കടത്തിലാണ്. ഈ ലോകത്തുള്ള ആളുകൾ ഒന്നും ശരിയല്ല, ആളുകളെല്ലാവരും പറ്റിക്കുന്നവരാണ്, അല്ലെങ്കിൽ പ്രശ്നക്കാരാണ്, ഞാൻ ആരെയും വിശ്വസിക്കില്ല, ഞാൻ എല്ലാവരുമായിട്ടൊരു ഡിസ്റ്റൻസ്. പല കുട്ടികൾക്കും ഉണ്ടാകുന്ന ഒരു ഇതാണ്, ഒരു റിലേഷൻഷിപ്പിലൊക്കെ പോയി വളരെ ഇതായിരിക്കും, പക്ഷെ അവസാന നിമിഷം എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നാൽ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ ആരെയും വിശ്വാസമില്ല, എല്ലാവരും മോശമായിട്ടുള്ള ആളുകളാണ്. അങ്ങനെ ചിന്തിക്കുന്ന രീതിയിലേക്ക് പോയിട്ട് മറ്റുള്ളവരുമായിട്ട് ബന്ധം, അതായത് ഒരു ബന്ധവും ഇല്ലാതെ അതായത് എന്റെ പ്രശ്നങ്ങളൊന്നും ഞാൻ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യും, അങ്ങനെ വളരെ അകൽച്ച പാലിക്കുന്ന ഒരെണ്ണമുണ്ട്. അതാണ് നമ്മുടെ റിജിഡ് ബൗണ്ടറി. ഇപ്പോൾ നമുക്ക് ഒരിക്കലും വീക്ക് ബൗണ്ടറിയും ആകരുത്, റിജിഡ് ബൗണ്ടറിയും ആകരുത്. അപ്പൊ പിന്നെ എങ്ങനത്തെ ബൗണ്ടറി ആയിരിക്കും നമുക്ക് വേണ്ടത്? എങ്ങനെയായിരിക്കും വേണ്ടത്? ഒരു ഹെൽത്തി ബൗണ്ടറി ആയിരിക്കും വേണ്ടത്. അതായത് ബാലൻസ്ഡ് ആൻഡ് ഫ്ലെക്സിബിൾ ആയിട്ട്, അലോ കണക്ഷൻ വിത്ത് പ്രൊട്ടക്ഷൻ. അതായത് നമ്മള് ഡോറ് ഫുൾ ക്ലോസ്ഡും അല്ല, 24 അവർ ഓപ്പണും അല്ല. പകരം ആവശ്യമുള്ളപ്പോൾ നമ്മൾ ആളുകളെ ഉള്ളിലേക്ക് കയറ്റുകയും, അതുപോലെ നമുക്ക് എന്താണ്, ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ബൗണ്ടറി ആയിരിക്കും നമ്മൾ. അപ്പോൾ നമുക്ക് എന്താണ്, നമ്മുടെ ഇമോഷൻസ് ഒക്കെ സ്റ്റേബിൾ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന, നമുക്ക് പ്രൈവസി ഉള്ള ഒരു ബൗണ്ടറി ആയിരിക്കും നമുക്ക് വേണ്ടത്. പലപ്പോഴും നമുക്ക് ഉണ്ടാകുന്ന ഒരു സംഭവമാണ് ഇമോഷണൽ ഓണർഷിപ്പ്. അതായത് പറയും, യു ആർ റെസ്പോൺസിബിൾ ഫോർ യുവർ ഇമോഷൻസ്. പലരും പറയും, നീയാണ് എന്നെ സങ്കടപ്പെടുത്തിയത്, നിന്റെ വാക്കുകളാണ്, അല്ലെങ്കിൽ നീ ചെയ്ത കാര്യങ്ങളാണ്. ഒരിക്കലുമല്ല. മറ്റുള്ളവർ പറയുന്ന വാക്കുകളല്ല നമ്മളെ സങ്കടപ്പെടുത്തുന്നത്, അത് നമ്മൾ മൈൻഡിലേക്ക് ഇട്ട് അത് പ്രോസസ്സ് ചെയ്ത് അത് കൂടെ കൊണ്ടേ നടക്കും.
ഒരാളൊരു കാര്യം പറഞ്ഞു, ചിലപ്പോ ആ ഒരു വാക്ക് നമ്മൾ മനസ്സിലേക്കിട്ട് അതിനുശേഷം അത് നമുക്ക് ട്രിഗറായി വന്ന് വീണ്ടും വീണ്ടും അത് റിപ്പീറ്റ് ചെയ്ത് നമ്മൾ ആ ഒരു കാര്യത്തെ എന്നാലും അവൾ എന്നോട് അത് പറഞ്ഞല്ലോ, ആ ഒരു സംഭവം പറഞ്ഞു കഴിഞ്ഞു. പിന്നീടും നമ്മൾ ഇതേക്കുറിച്ച് ഒരു സന്യാസിയുടെ കഥയുണ്ടല്ലോ, എന്താ പുഴ മുറിച്ച് കിടക്കുന്ന സമയത്ത് ഒരു ലേഡി അവിടെ നിൽക്കായിരുന്നു, ലേഡിക്ക് വയ്യ. അപ്പൊ എന്താണ് ആ ലേഡീനെ സന്യാസി ഉണ്ടായിരുന്നു, ശിഷ്യനും ഉണ്ടായിരുന്നു കൂടുതല്. പുഴ മുറിച്ച് കിടക്കാൻ സന്യാസി സഹായിക്കുകയാണ്. കാരണം ലേഡിക്ക് ആ പുഴയിലൂടെ കടക്കാൻ പറ്റില്ല, അതുകൊണ്ട് അയാള് ആ ലേഡീനെ എടുത്ത് അപ്പുറം കൊണ്ടുപോയി വെക്കുന്നു. അത് കഴിഞ്ഞ് താങ്ക് യു പറഞ്ഞ് ലേഡി പോകുന്നു. ഈ സന്യാസിയും മകനും അല്ല ശിഷ്യനും കൂടെ ഒരുമിച്ച് വീണ്ടും പോകുന്നു. കുറെ കഴിഞ്ഞപ്പോ ശിഷ്യൻ ചോദിച്ചു, ഗുരു ഗുരു ചെയ്തത് ശരിയാണോ? ആ യുവതീനെ എടുത്തുകൊണ്ട് ഈ പുഴ മുറിച്ച് കടന്നത് ശരിയാണോ? അപ്പോ സന്യാസി ആൻസർ പറഞ്ഞു, ഞാൻ അവിടെ ആ ലേഡീനെ ഇറക്കി, അത് ഞാൻ അവിടെ ഉപേക്ഷിച്ചു, നീ ഇപ്പോഴും അത് ചുമന്നുകൊണ്ട് നടക്കുന്നു. എന്നതുപോലെ നമുക്ക് ഒരു കാര്യം കേട്ടു, അതിനെക്കുറിച്ച് നമ്മൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് തിങ്ക് ചെയ്ത് വീണ്ടും വീണ്ടും നമ്മൾ അതേക്കുറിച്ച് ആലോചിക്കുന്നു. അവളാണ് എന്റെ പ്രശ്നത്തിന് കാരണം, അല്ലെങ്കിൽ ഇവനാണ് എന്റെ പ്രശ്നത്തിന് കാരണം എന്നുള്ള രീതിയിൽ നമ്മുടെ ഇമോഷൻസിന്റെ ഓണർഷിപ്പ് മറ്റൊരാള് എന്ന രീതിയിലേക്ക് നമ്മൾ ചിന്തിക്കുന്നു. പക്ഷെ ശരിക്കും അങ്ങനല്ല. നമ്മുടെ ഇമോഷൻസ്, നമ്മളൊരു വാക്ക് കേട്ടു അത് ഉള്ളിലിട്ട് നമ്മൾ പ്രോസസ്സ് ചെയ്യുമ്പോഴാണ് നമുക്ക് സങ്കടം ഉണ്ടാകുന്നത്. നമ്മുടെ ഇമോഷൻസിന്റെ റീസൺ നമ്മൾ തന്നെയാണ്. അതുപോലെ എനർജിക് ബൗണ്ടറി, നമ്മൾ പറയില്ലേ, ചിലരുമായിട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ വളരെ ഹാപ്പി ആയിട്ട് നമുക്ക് തിരിച്ചു വരാൻ പറ്റും. ചിലർ പറയില്ലേ, ആ ഒരു മുഖം കണ്ടാൽ മതി, ആ ഒരു പ്രസന്നത കണ്ടാൽ മതി, നമുക്ക് ഹാപ്പി ആയിട്ട് റിട്ടേൺ വരാൻ പറ്റും. പക്ഷെ ചിലരത് എങ്ങനെയാണ്, വളരെ നെഗറ്റീവ് പേഴ്സൺസ് ആയിരിക്കും. ചെല്ലുന്നത് മുതൽ കമന്റ്സുകൾ, നമ്മൾ ചെയ്ത തെറ്റുകൾ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഇത്. അപ്പോ നമ്മൾ അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ, അതായത് ചിലരുടെ അടുത്ത് ചെന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ എനർജി മൊത്തം ഡ്രെയിൻ ആവും. അത് നമുക്ക് അറിയുകയും ചെയ്യായിരിക്കും. പക്ഷേ നമ്മൾ വീണ്ടും വീണ്ടും അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അല്ലെങ്കിൽ ചില അറ്റ്മോസ്ഫിയർ നമ്മുടെ എനർജി ട്രെയിൻ ചെയ്യിക്കുന്നതാണ്. അവരുമായിട്ടുള്ള കമ്പനി നമ്മളെ കുറ്റപ്പെടുത്തുന്നു, അല്ലെങ്കിൽ നമ്മുടെ നെഗറ്റീവ്സ് പറയുന്നു, മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ പറയുന്നു. ഇങ്ങനെ എപ്പോഴും പ്രോബ്ലംസും അങ്ങനെയുള്ള സ്ട്രഗിൾസിനെ കുറിച്ച് മാത്രം ചർച്ച ചെയ്യുന്ന ചില വ്യക്തികളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ വന്നു കഴിയുമ്പോൾ നമ്മുടെ ഇമോഷൻസ് ആണ് ഡ്രൈൻ, ആ ഒരു ഇമോഷണൽ എനർജിയാണ് ഡ്രൈൻ ആയി പോകുന്നത്. നമ്മൾ എന്ത് ചെയ്യുക, അവരിൽ നിന്നും ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക. അതായത് നമ്മുടെ ഇമോഷണൽ എനർജി നമുക്ക് പോസിറ്റീവ് ആവാൻ പറ്റുന്ന, അപ്പ് ആകാൻ പറ്റുന്ന, ഇപ്പൊ നമ്മുടെ ബി മാജിക് പോലുള്ള കമ്മ്യൂണിറ്റിയിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും, ഇതൊരു പോസിറ്റീവ് കമ്മ്യൂണിറ്റിയാണ്. അപ്പൊ നമ്മൾ എന്താണ്, അങ്ങനെയുള്ള ഫ്രണ്ട്ഷിപ്പുകൾ മെയിൻറ്റെയിൻ ചെയ്യുക. പകരം നെഗറ്റീവ്സ് സ്പ്രെഡ് ചെയ്യുന്ന ആളുകളിൽ നിന്ന് നമ്മൾ ഒന്ന് അകന്ന് നിൽക്കുക. അതുപോലെ എക്സ്പെക്ടേഷൻ ബൗണ്ടറീസ്, പലപ്പോഴും പല കാര്യങ്ങളിലും നമുക്ക് ഓരോ എക്സ്പെക്ടേഷൻ, എന്റെ ഹസ്ബൻഡ് ഇങ്ങനെ ചെയ്യുമായിരിക്കും, എന്റെ മകൾ ഇങ്ങനെ ചെയ്യുമായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള എക്സ്പെക്ടേഷൻസ് ഉണ്ട്. അപ്പോൾ ഒരു വൈഫ്, അമ്മയും വീട്ടില് അവരൊരു ഹസ്ബൻഡും വൈഫും മക്കളും കൂടി ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തു. സാറ്റർഡേ പോകാനിരിക്കുകയാണ്. അപ്പോഴാണ് മദറിനെ വിളിക്കുന്നത്. അപ്പോൾ മദർ ആ സാറ്റർഡേ മറ്റൊരു കാര്യത്തിന് വേണ്ടിയിട്ട് മോള് വരും എന്ന് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അപ്പോ മോള് ഫോൺ ചെയ്യുന്നു. ഫോൺ ചെയ്യുമ്പോൾ പറയുന്നു, ഞങ്ങൾ ഇങ്ങനെ ഒന്ന് പോകുകയാണ് അമ്മ എന്ന് പറയും. അയ്യോ മോളെ പോവല്ലേ, നീ ഇങ്ങനെയാണോ, ഞാൻ ഇന്ന് വരുന്ന വിചാരിച്ചത്, നീ വരുന്ന വിചാരിച്ച് ഞാൻ ഇതൊക്കെ പ്ലാൻ ചെയ്തു, നിനക്ക് ഇപ്പൊ അല്ലെങ്കിലും കല്യാണമൊക്കെ കഴിഞ്ഞു പോയപ്പോ എന്നോട് സ്നേഹമില്ല. ഇങ്ങനെ നമ്മളെ എന്ത് ചെയ്യും, ഓരോ കാര്യങ്ങള്. അപ്പൊ ശരിക്കും എന്താണ്, ആ മകൾക്ക് ഗിൽറ്റി ഫീലിംഗ് ആണ്. അതായത് അമ്മ ഇത്രയും നാളും വളർത്തിയ അമ്മ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ട് പക്ഷെ എന്താണ്, ആ അമ്മ ഇത് നേരത്തെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് മകള് മറ്റല്ലാതെ അമ്മയോടുള്ള ഇഷ്ടക്കുറവുകൊണ്ടോ ബാക്കിയുള്ളത്. അപ്പൊ ഓൾറെഡി ഇതെല്ലാം ഞങ്ങൾ ഫിക്സ് ചെയ്ത് പോയി, അമ്മയുടെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കും. ഒരിക്കലും അമ്മയോടുള്ള ഇഷ്ടക്കുറവോ കാര്യങ്ങളോ അല്ല, ഇതാണ് ഇതിന്റെ റീസൺ, നമുക്ക് ഈ കാര്യം അടുത്തൊരു ദിവസത്തേക്ക് നമുക്ക് പോസ്റ്റ്പോൺ ചെയ്തിട്ട് ചെയ്യാം എന്നുള്ള ഒരു ഇത്. നമ്മളെന്താണ്, പലരും പല കാര്യങ്ങളിലും എക്സ്പെക്ടേഷൻ, കാരണം അമ്മ ഇതൊന്നും പറഞ്ഞിട്ടില്ല, എന്റെ മോളാണ്, മോൾ അത് ചെയ്തു തരും എന്നുള്ള ഒരു എക്സ്പെക്ടേഷനിലാണ് അമ്മ ഇരിക്കുന്നത്. പക്ഷെ ആള് മറ്റൊരു ഇൻഡിവിജ്വൽ വ്യക്തിയാണ്, ആൾക്ക് ആളുടേതായ കുറേ കാര്യങ്ങൾ ഉണ്ടാവും. അപ്പൊ നമുക്ക് ഒന്നും നമ്മൾ അങ്ങനെ ആകും ഇങ്ങനെ ആകും എന്നുള്ള രീതിയിൽ നമ്മൾ എക്സ്പെക്ടേഷൻ ചെയ്യാതെ അത് കറക്റ്റ് ആയിട്ട് നമ്മൾ അല്ലെങ്കിൽ എന്റെ ഹസ്ബൻഡിൽ നിന്ന് ഞാൻ ഇതൊക്കെ പ്രതീക്ഷിക്കുന്നു, ഞാൻ പറഞ്ഞില്ലെങ്കിലും ആൾ ഇത് ചെയ്തു തരും,
അങ്ങനെയല്ല, ഒരിക്കലും നമ്മളുടെ മൈൻഡ് മറ്റൊരാൾക്ക് പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ സാധിക്കില്ല. നമ്മുടെ മനസ്സിലുള്ളത് അതായത് നമ്മുടെ എന്താണ് കയ്യിലെ വരകള് എത്രത്തോളം ഒരാളുടെ ഇതുപോലെ മറ്റൊരാളുടെ ഇല്ല എന്ന് പറയും പോലെ നമ്മുടെ മനസ്സിൽ പോകുന്ന തോട്ട്സ്, കാര്യങ്ങൾ ഇതെല്ലാം ഡിഫറെന്റ് ആണ്. ഒരിക്കലും നമുക്ക് മറ്റൊരാളെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പൊ എന്താണ്, നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ നമ്മൾ ഓപ്പൺ ആയിട്ട് തുറന്ന് സംസാരിക്കുക. അതുപോലെ കോൺവെർസേഷണൽ ബൗണ്ടറീസ്, അതായത് ചിലരുമായിട്ടുള്ള സംസാരം, അവരുടെ ടൂൺ, അവരുടെ ഫേസിലെ എക്സ്പ്രഷൻ, അതൊക്കെ നമുക്ക് ഡിസ്കംഫർട്ട് ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഇമോഷണലി അല്ലെങ്കിൽ അവർ പറയുന്ന വേ ഓഫ് ടോക്ക് അത് നമ്മളെ ചിലപ്പോ നമ്മൾ പോസിറ്റീവായിട്ടല്ല നെഗറ്റീവായിട്ടാണ് ബാധിക്കുന്നതെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ബൗണ്ടറി നമ്മൾ സെറ്റ് ചെയ്യണം. അതായത് മറ്റുള്ളവരുടെ വോയിസ്, അവരുടെ ഇത്, അതുപോലെ നെഗറ്റീവ് നമ്മളിപ്പോ പറഞ്ഞത് നമ്മൾ എക്സ്പെക്ട് ചെയ്യരുത്. മറ്റുള്ളവരുടെ ഇമോഷൻസ് അവരുടെ ഇമോഷൻസ് ആണ്, അല്ലാതെ നമ്മളെ വിഷമിപ്പിക്കുന്നത് മറ്റുള്ളവര് അല്ല. അതുപോലെയുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യണം ഓരോ കാര്യത്തിൽ. അല്ലാതെ ഇതെല്ലാം നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ബൗണ്ടറി സെറ്റ് ചെയ്യാതെ നമ്മൾ ചിന്തിക്കുകയാണ്, എന്റെ വൈഫ് ഞാൻ വിചാരിക്കുന്നത് പോലെ വിചാരിക്കും, അല്ലെങ്കിൽ എന്റെ അമ്മ ഞാൻ വിചാരിക്കുന്നത് പോലെ വിചാരിക്കും, മറ്റുള്ള വ്യക്തികൾ ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ സംസാരിക്കും, അല്ലെങ്കിൽ അവരുടെ ടോൺ ഇങ്ങനെ ആയിരിക്കും എന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കാതിരിക്കുക. ചിലപ്പോൾ ചില അറ്റ്മോസ്ഫിയർ നമുക്ക് ഓക്കെ ആയിരിക്കില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുക. നമുക്ക് പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് കംഫർട്ടുള്ള ഒരു ഇത്. നമ്മൾ ഫ്രണ്ട്ഷിപ്പ് കൂടുന്നത് എങ്ങനെയാ, നമ്മളുടെ സെയിം വേവ് ലെങ്ത് ഉള്ള ആളുകളായിട്ടായിരിക്കും നമ്മൾ കൂടുതൽ ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യുന്നത്. പിന്നെ ചില കാര്യങ്ങൾക്ക് നമുക്ക് നോ പറയേണ്ട സ്ഥലങ്ങളിൽ നമ്മൾ നോ പറയുക. ഇങ്ങനെ നമ്മുടെ ബൗണ്ടറി നമ്മൾ സെറ്റ് ചെയ്യുക. ഒരിക്കലും റിജിഡോ ഫ്ലെക്സിബിളോ ആവുമല്ല വേണ്ടത്. നമുക്ക് വേണ്ടത് റിജിഡോ സോഫ്റ്റോ ആയിട്ടുള്ള ഒരു ബൗണ്ടറി അല്ല വേണ്ടത്, ഒരു ഹെൽത്തി ബൗണ്ടറി. അതായത് നമ്മുടെ ഇമോഷൻസ് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റുന്ന, ഒരു പ്രൈവസി കീപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെൽത്തി ബൗണ്ടറി ആയിരിക്കണം നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. പല കാര്യങ്ങളിലും ഈ ബൗണ്ടറീസ് വരുന്നുണ്ട്. അത് ഏതാണ് എന്ന് മനസ്സിലാക്കി നമ്മൾ ബൗണ്ടറി സെറ്റ് ചെയ്യുക. ഇങ്ങനെ ബൗണ്ടറി സെറ്റ് ചെയ്തില്ലെങ്കിലാണ് നമ്മുടെ ഇമോഷണൽ എനർജി ഡ്രെയിൻ ആയിട്ട് പോകുന്നത്. അതുപോലെ നമ്മുടെ റിലേഷൻഷിപ്പിലും നമ്മൾ നല്ല രീതിയിൽ ഒരു ബൗണ്ടറി, നമ്മുടെ ഹസ്ബൻഡ് ആയിരിക്കാം, വൈഫ് ആയിരിക്കാം, അല്ലെങ്കിൽ കുട്ടികളായിരിക്കാം, അല്ലെങ്കിൽ കൊളീഗ്സ് ആയിരിക്കാം, ഫ്രണ്ട്സ് ആയിരിക്കാം, അവിടെ അവരുടെ കാര്യങ്ങളിൽ ഇടപെടുകയും ചെയ്യേണ്ടതായ കാര്യങ്ങളെല്ലാം ചെയ്യാം. പക്ഷേ എവിടെ നമ്മൾ നോ പറയണോ അവിടെ നമ്മൾ വ്യക്തമായിട്ട് നോ പറയാൻ പഠിക്കണം. അതായത് നമ്മൾ ഒരു ജോലി സ്ഥലത്ത് വർക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് നമ്മുടേതായ വർക്കുകളുണ്ട്, അതിന്റെ കൂടെ നമ്മുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ കൊളീഗ്സ് വേറെ കൂടുതൽ വർക്ക്സ് നമുക്ക് തരുന്നു. നമുക്കത് ചെയ്യാൻ പറ്റുന്നതാണ്, നമ്മൾ ഓക്കെ ആണ്, നമുക്ക് ടൈമും കാര്യങ്ങളും ഉണ്ട് എങ്കിൽ നമ്മൾ അവിടെ ഓക്കെ പറഞ്ഞ് നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാം. പകരം നമ്മൾ ഒട്ടും പറ്റില്ലാത്ത സമയത്താണ് എങ്കിൽ നമ്മൾ നോ പറയുക. ഇനി കുറെ പ്രാവശ്യം നമ്മൾ ഒരാളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ പ്രതീക്ഷിക്കും, പലപ്പോഴും എക്സ്പെക്ട് ചെയ്യും. നമ്മൾ പറഞ്ഞു എക്സ്പെക്ടേഷണൽ ബൗണ്ടറി, എക്സ്പെക്ട് ചെയ്യാം, ഇത്രയും നാളും ചെയ്തതല്ലേ അതുകൊണ്ട് ഇനിയും ചെയ്യും. ഒരിക്കലും ആ ഒരു എക്സ്പെക്ടേഷണൽ ബൗണ്ടറീസ് നമ്മൾ അവിടെ നിലനിർത്തേണ്ട ആവശ്യമില്ല. എനിക്ക് ഇത്രയും ദിവസം സമയം ഉണ്ടായിരുന്നു, ചിലപ്പോൾ അവർ പറയോ ഇത്രയും നാൾ നിനക്ക് ചെയ്യാന്ന്, ഇപ്പൊ നീ വലിയ ആളായിപ്പോയി. അല്ല, ഇത്രയും നാൾ എനിക്ക് ടൈം ഉള്ളപ്പോൾ ഞാൻ ചെയ്തു തന്നതാണ്, ഇപ്പൊ എനിക്ക് വയ്യ, ഇപ്പൊ എനിക്ക് ഇത്ര പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ എനിക്ക് പോയിട്ട് കാര്യമുണ്ട്, അതുകൊണ്ട് എനിക്ക് പറ്റില്ല. എവിടെയാണോ നമുക്ക് നോ പറയേണ്ട അവസരം വരുന്നത് ആ അവസരം മനസ്സിലാക്കി, അയ്യോ ഇനി ഞാൻ നോ പറയണ എങ്ങനെയാ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അത് ചെയ്യരുത്. അപ്പൊ നമ്മളുടെ എനർജി ആയിരിക്കും ഡൗൺ ആയി പോകുന്നത്. നമ്മളൊരു ഇൻഡിവിജ്വൽ വ്യക്തിയാണ്, നമ്മുടേതായ ഒരു പ്രൈവസി, ഒരു ഡിജിറ്റൽ ബൗണ്ടറി നമ്മൾ സെറ്റ് ചെയ്ത്, നമ്മളെ ചെറുപ്പം മുതലേ ഉള്ള നമ്മളെ ശീലങ്ങളാണ് ഈ നോ പറയാൻ. അതായത് ആരോടും നോ പറയരുത്, മുതിർന്നവർ ഒരു കാര്യം പറഞ്ഞാൽ അനുസരിക്കുക. നമ്മൾ ചെറുപ്പം മുതലേ പല കാര്യങ്ങളും പഠിപ്പിക്കുന്നത് ആ രീതിയിലാണ്. ആ ഒരു പഠനമാണ് നമുക്ക് പലപ്പോഴും നോ പറയാൻ അതായത് നോ പറയുന്നത് തെറ്റാണ്, അങ്ങനെ പറയുമ്പോൾ അതൊരു ഗിൽറ്റ് ഫീലിംഗ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കുന്നുണ്ട്. ആ ഒരു ഗിൽറ്റ് ഫീലിംഗ് ആണ്
നമ്മൾ പലപ്പോഴും എല്ലാ കാര്യത്തിലും ഇനി ഞാൻ നോ പറഞ്ഞ ആൾക്ക് ഇഷ്ടപ്പെടാതെ പിന്നെ എന്നോടുള്ള ഇഷ്ടം കുറയോ, പിന്നെ എന്നെ വേണ്ട എന്ന് വെക്കും, ഇങ്ങനെയുള്ള പേടികൾ നമ്മുടെ മനസ്സിനുള്ളിൽ കിടക്കുന്നുണ്ട്. ഇതാണ് നമ്മളെല്ലാത്തിനും എസ് പറയാൻ, എസ് മുളിക്കാനുള്ള ഒരു കാരണം. പക്ഷെ നമ്മൾ 2 പ്രാവശ്യം നല്ല രീതിയിൽ അവരോട്ട് വഴക്കടിക്കോ മറ്റു കാര്യങ്ങളല്ല, നമുക്ക് വയ്യെങ്കിൽ ഇതാണ് കാര്യം, നോ എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു കഴിയുമ്പോൾ ആ ഒരു റിലേഷൻഷിപ്പിന് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നില്ല. ഇനി നമ്മളെ എന്താണ് യൂസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണ് എങ്കിൽ അത് കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോൾ അത് നമ്മുടെ ലൈഫിനായിരിക്കും അതൊരു സ്ട്രഗിൾ. ഒരിക്കലും അത് നമുക്ക് പോസിറ്റീവായിട്ട് നിലനിൽക്കില്ല. അപ്പോ ബൗണ്ടറി ഞാൻ പറഞ്ഞു, നമുക്ക് 3 രീതിയിലുള്ള ബൗണ്ടറി ഉണ്ട്. അതില് ഹെൽത്തി ബൗണ്ടറിയാണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. ഏതൊക്കെ മേഖലകളിൽ എങ്ങനെയൊക്കെയാണ് ബൗണ്ടറി വരുന്നത്, എവിടെയൊക്കെയാണ് ബൗണ്ടറി സെറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ഇനി പലപ്പോഴും നമുക്ക് ബൗണ്ടറിയിലെ വയലേഷൻസ് ഉണ്ടാകാറുണ്ട്. അതായത് ഇമോഷണൽ ഡംപിങ്. ചില ഫ്രണ്ട്സ് ഉണ്ട്, അവർക്ക് ഒരു 100,000 പ്രശ്നങ്ങൾ ഉണ്ടാവും. എന്നും നൈറ്റ് വിളിച്ച് ഒരു 1 അവർ 2 അവർ നമ്മുടെ അടുത്ത് ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ ഈ ഡെയിലി പറയുന്നുണ്ട്, അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുകയോ ആ പറയുന്ന കാര്യങ്ങൾ ചേഞ്ച് ചെയ്യാൻ അവർ ഒരു കാര്യവും ട്രൈ ചെയ്യുകയോ ചെയ്യുന്നില്ല. പക്ഷെ ഇതെല്ലാം എന്താണ്, നമ്മളെ എന്നും രാത്രി വിളിച്ച് 1 അവർ ഉള്ള നെഗറ്റീവ്സ് എല്ലാം നമ്മളിലേക്ക് ഡംപ് ചെയ്യുന്നു. നമ്മൾ ഈ ഒരു കാര്യങ്ങളെല്ലാം കേട്ട് ഒരു സങ്കടപ്പെട്ട് നമ്മൾ നൈറ്റ് കിടക്കുന്നു. ആ ഒരു സമയത്ത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്കായിരിക്കും കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ ഫ്രണ്ട്സിന് എന്തെങ്കിലും ഇഷ്യൂസ് വരുമ്പോൾ ഒരു ദിവസം കേൾക്കുക, അതിനുള്ള സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കുക. അല്ലാതെ ചിലരുണ്ട് ഇങ്ങനെ പ്രോബ്ലംസ് പറഞ്ഞുകൊണ്ടിരിക്കും എന്നല്ലാതെ അതിനൊരു സൊല്യൂഷൻ അവരതിന് ഇന്ന് വിളിച്ച് പ്രോബ്ലംസ് പറയും, നാളെ വിളിച്ച് പ്രോബ്ലംസ് പറയും. ഒരിക്കലും അതിന് സൊല്യൂഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യുകയോ ഒന്നും ചെയ്യില്ല. അപ്പൊ എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ എന്താണ് നമ്മുടെ ബൗണ്ടറി വയലേറ്റ് ചെയ്യുന്നതാണ് എന്ന് മനസ്സിലാക്കി അവിടെ ഒരു ഗിൽറ്റ് ഫീലിംഗിന്റെ ആവശ്യമില്ല. നമ്മൾ ഞാൻ ഇന്ന് ഒരുപാട് വർക്ക് ചെയ്തു, അപ്പോൾ ഇന്ന് ഞാൻ ടയേർഡാ, എനിക്ക് ഉറങ്ങേണ്ടതുണ്ട്, നമുക്ക് അടുത്ത ദിവസം സംസാരിക്കാം എന്ന് പറഞ്ഞ് അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ എന്താണ്, അതുപോലെ നോ പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഗിൽറ്റ് ഇല്ല. നോ പറയേണ്ടടുത്ത് നോ പറയുക തന്നെയാണ് വേണ്ടത്. അതുപോലെ നമ്മളെ ഡിസ്റെസ്പെക്ട് ചെയ്യുക, നമ്മുടെ കാര്യങ്ങൾ നമ്മുടെ പേഴ്സണൽ സ്പേസിൽ ഒരാൾ കയറി ഇടപെടുകയൊക്കെ ചെയ്യുന്നതാണ് ബൗണ്ടറി വയലേഷൻസ്. അപ്പോൾ ഈ ബൗണ്ടറി വയലേഷൻസ് എന്താണ്, എവിടേക്കാണ് നമ്മൾ ബൗണ്ടറി സെറ്റ് ചെയ്യേണ്ടത് എന്ന് അറിഞ്ഞിട്ട് നമ്മൾ അത് ലൈഫിൽ അപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്. ഇതൊരു സ്കില്ലാണ്. ഞാൻ പറഞ്ഞു ചെറുപ്പം മുതലേ നമ്മളെ എന്താണ് മുതിർന്നവരൊരു കാര്യം പറഞ്ഞാൽ അനുസരിക്കുക, അല്ലെങ്കിൽ നോ പറയരുത്, നോ പറയുന്നത് മോശമാണ് എന്നുള്ള ഒരു തോട്ട് നമ്മുടെ മനസ്സിൽ ചെറുപ്പകാലം മുതലേ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇതുപോലുള്ള ആ ഒരു തോട്ടിലുള്ള ചേഞ്ചസ് നമ്മുടെ ലൈഫിൽ വരുത്തണം. അതായത് ഈ ബൗണ്ടറി സെറ്റിംഗ് ഒരു സ്കില്ലാണ്. അതായത് നമുക്ക് ഓൾറെഡി ഉണ്ടായിരിക്കുന്നത് ചിലപ്പോൾ എന്താണ് ആ സ്കില്ലിന് ഓപ്പോസിറ്റ് ആയിരിക്കും. ഇത് നമ്മൾ ലൈഫിൽ ചെയ്താണ് നമുക്ക് വീണ്ടും ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്കൊരു ബൗണ്ടറി വയലേഷൻസ് അല്ലെങ്കിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്ക് നമ്മുടെ ബോഡി തന്നെ അവയർനെസ് തരുന്നുണ്ട്. എങ്ങനെയാണ്, ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് നെഞ്ചത്തിരുന്ന് നമ്മൾ പറയില്ലേ ഒരു ടൈറ്റ് ചെസ്റ്റ്, നമുക്ക് ആ കാര്യങ്ങൾ സംസാരിക്കുന്ന കാര്യങ്ങൾ ഡിസ്കംഫർട്ടാണ്, അല്ലെങ്കിൽ ആ ഒരു അറ്റ്മോസ്ഫിയർ നമുക്ക് ഓക്കെ അല്ലാത്തപ്പോഴാണ് ഈ ഒരു ടൈറ്റ് ചെസ്റ്റ് ഉണ്ടാകുന്നത്. അതുപോലെ നമ്മളെല്ലാവരുടെയും കാര്യങ്ങളും ഏറ്റെടുത്ത് എല്ലാവരുടെയും ഇമോഷൻസും ഏറ്റെടുത്ത് കഴിയുമ്പോഴായിരിക്കും നമുക്ക് ക്ഷീണം വരുന്നത്. അതായത് എല്ലാവരുടെയും ഇമോഷൻസ് നമ്മൾ ഏറ്റെടുത്ത്, ഹസ്ബൻഡിന്റെ ആവട്ടെ, മക്കളുടെ ആവട്ടെ, അല്ലെങ്കിൽ പേരൻസിന്റെ ആവട്ടെ, ഇവരുടെ എല്ലാം പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം നമ്മൾ ഏറ്റെടുക്കുമ്പോഴാണ് നമ്മൾ ടയർഡായി പോകുന്നത്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കി അവരുടെ ഇമോഷൻസ് അവര് ഹാൻഡിൽ ചെയ്യുക, നമ്മുടെ ഇമോഷൻസ് നമ്മൾ ഹാൻഡിൽ ചെയ്യുക. അതുപോലെ ചിലപ്പോ നമ്മുടെ ബൗണ്ടറി ക്രോസ് ചെയ്ത് വരുമ്പോഴാണ് ചിലവരുടെ സംസാരങ്ങൾ കാര്യങ്ങൾ നമുക്ക് വളരെ ഇറിറ്റേറ്റഡ് ആയിട്ട് ഫീൽ ചെയ്യും. അപ്പൊ എന്താണ്, അവർ ആ ബൗണ്ടറി ക്രോസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇത്രയും ഇറിറ്റേഷൻ വരുന്നത് എന്നുള്ള ആ ഒരു അവയർനെസ്, എവിടെയാണ് നമ്മുടെ ബൗണ്ടറി ഇമോഷണൽ ബൗണ്ടറി വയലേറ്റ് ചെയ്ത് വരുന്നത് എന്ന് ഉള്ളതിന് സിഗ്നൽസ് നമ്മുടെ ബോഡി തന്നെ തരുന്നുണ്ട്. ഇത് നമ്മൾ മനസ്സിലാക്കി അതിനെ മനസ്സിലാക്കിയ ശേഷം നല്ല രീതിയിൽ പ്രതികരിക്കുമ്പോഴാണ് നമുക്ക് ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്.
ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യാൻ നമ്മുടെ ലിമിറ്റ്സ് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ എവിടെയാണ് ആ വയലേഷൻ വരുന്നത് പറഞ്ഞല്ലോ. ഇപ്പൊ നമ്മൾ കുറെ രീതിയിൽ വയലേഷൻ വരുന്നുണ്ട്. അപ്പൊ ആ വയലേഷന്റെ ഫ്രണ്ട് ഇന്ന രീതിയിൽ ഓവറായിട്ട് എന്റെ കാര്യങ്ങളിൽ ഇടപെടുന്നു, അല്ലെങ്കിൽ എന്റെ പ്രൈവസിയിൽ കയറി എന്റെ ഇമോഷണൽ ഇതിൽ കയറി കളിക്കുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കി അവിടെ എന്തിനായിരിക്കും, എവിടെയാണ് വേണ്ടത്, അതെന്ത് ചെയ്യാം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നമ്മൾ അവിടെ ഒരു നല്ല ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുക. എവിടെയാണ് ഇമോഷണൽ ബൗണ്ടറിയുടെ വയലേഷൻ നടക്കുന്നത് എന്ന് മനസ്സിലാക്കി. അതായത് ഞാൻ പറഞ്ഞു, ബോഡി തന്നെ നമുക്ക് തന്നെ അറിയാം ഇതൊരു നല്ലതല്ല എന്നറിയാം. പക്ഷെ നമ്മുടെ ഗിൽറ്റ് ഫീലിംഗ്, ഇനി ഞാൻ ഇത് നോ പറഞ്ഞു, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോടുള്ള ഇഷ്ടം പോകുമോ, അല്ലെങ്കിൽ എന്നെ അവോയ്ഡ് ചെയ്യുമോ എന്നുള്ള തോട്ട്സ് ആയിരിക്കും നമ്മൾ ചിലപ്പോൾ അവരെ ആ രീതിയിൽ ബിഹേവ് ചെയ്യാൻ നമ്മൾ അനുവദിക്കുന്നത്. പക്ഷെ അത് മനസ്സിലാക്കിയിട്ട് അതിനെ കറക്റ്റ് ക്ലാരിറ്റി അവർക്ക് കൊടുത്ത് നമ്മൾ അവിടെ നിന്ന് ഒന്ന് ഡിസ്റ്റൻസ് മാറി നിന്ന് ക്ലിയർ ആയിട്ട് നമ്മുടെ ഇമോഷൻസിനെ നമ്മൾ പോസിറ്റീവായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം. അതായത് പലപ്പോഴും ഇങ്ങനെ ഒരു കാര്യം എന്താണ്, ഒരു ഇമോഷണൽ ബൗണ്ടറി സെറ്റ് ചെയ്യുമ്പോൾ ഗിൽറ്റ് ഫീലിംഗ്, അതായത് ഇപ്പൊ പറഞ്ഞു, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അമ്മ ഓൾറെഡി എക്സ്പെക്ട് ചെയ്തിരുന്നു മോള് കൂടെ ചെല്ലുന്നു. അപ്പൊ ചെല്ലാത്തപ്പോ മകൾക്ക് എന്തുണ്ടാവാം, ഗിൽറ്റ് ഫീലിംഗ്. പക്ഷെ അപ്പൊ മകള് മനസ്സിലാക്കുക, ഞാൻ ഓൾറെഡി ഇത് പ്ലാൻ ചെയ്തതാണ്, അമ്മയുടെ കാര്യം അമ്മ ഞാനോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്തത് കൊണ്ടാണ് അവിടെ ഒരു പ്രശ്നം ഉണ്ടായത്, ഇനി ആ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ അല്ലായിരുന്നു, ഇനി മറ്റൊരു സമയത്ത്. അവിടെ ഗിൽറ്റ് ഫീലിംഗ് അല്ല വേണ്ടത്, അവിടെ കറക്റ്റ് ക്ലാരിറ്റി നൽകിയിട്ട്. അല്ലെങ്കിൽ എന്താണ്, പലപ്പോഴും പല പ്രശ്നങ്ങളും വരുമ്പോൾ ഉണ്ടാവുന്നത് ഫിയർ, ഇനി എന്നെ വിട്ടു പോകുമോ, അമ്മയ്ക്ക് ദേഷ്യമാകും, ആ ഒരു പേടിയൊക്കെ ആയിരിക്കും നമുക്ക് വരുന്നത് ഈ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുമ്പോൾ. പക്ഷെ നമ്മൾ ഈ ഗിൽറ്റ് ഫീലിംഗിന്റെയോ ഫിയറിന്റെയോ യാതൊരു ആവശ്യമില്ല. ഈ രണ്ട് കാര്യം നമ്മൾ മറികടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാവുന്നത് ഒരു നല്ല ഒരു പവറാണ്. ആ ഒരു പവറും നമുക്ക് എന്താണ്, ഒരു റിലീഫാണ് കിട്ടുന്നത്. പക്ഷെ ഇതുപോലെ നമ്മൾ ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് ഉണ്ടാവുന്ന എന്താണ്, അവര് നമ്മളെ ആദ്യം പ്രതിരോധിക്കുകയാണ് ചെയ്യുന്നത്. ഇത്രയും നാൾ എനിക്ക് എല്ലാം ചെയ്തു തന്നോണ്ടിരുന്നതല്ലേ, ഇപ്പൊ നീ എന്താ ഇങ്ങനെയായത്, ഇപ്പോ നീ ആള് മാറിപ്പോയി എന്നുള്ള രീതിയിൽ ചിലപ്പോൾ അവർ ആ സർപ്രൈസ്ഡ് ആവും. കാരണം ഇത്രയും നാൾ എല്ലാ കാര്യം ചെയ്തു തന്നിരുന്ന ആള് പെട്ടെന്ന് എങ്ങനെയാ മാറി, ആ ഒരു സർപ്രൈസും കാര്യം. പക്ഷെ പിന്നീട് അവര് നമ്മുടെ ഇമോഷണൽ ബൗണ്ടറി അവർ ഓക്കെ എന്ന് പറഞ്ഞ് അതിനെ റെസ്പെക്ട് ചെയ്യാൻ തുടങ്ങും. അതുപോലെ നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ ഇമോഷണൽ ബൗണ്ടറി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പൊ ഈ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്, കാം ആയിട്ട് നമുക്ക് ഇരിക്കാൻ സാധിക്കും. വളരെ ഹാപ്പി ആയിട്ട് നമ്മളുടെ ഒരു ഇമോഷണൽ വെൽബീയിങ് അവിടെ ഉണ്ടാവും. അതായത് നമ്മൾ വേർ ഡു യു നീഡ് സ്ട്രോങ്ങർ ബൗണ്ടറീസ്, നമുക്ക് തന്നെ അനലൈസ് ചെയ്യാൻ സാധിക്കണം. എവിടെയാണ് നമുക്ക് ഒരു ബൗണ്ടറി നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്, എവിടെയാണ് ഒരാൾ നമ്മുടെ അതിർവരമ്പ് കടന്ന് ഉള്ളിലേക്ക് വരുന്നത് എന്ന് മനസ്സിലാക്കി ഫസ്റ്റ് നമ്മൾ ഒരു 1 സ്റ്റെപ്പ് വെക്കുക. ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ പിന്നീട് നമ്മൾ ഈ ഒരു ഇമോഷണൽ ബൗണ്ടറി അതൊരു സ്കില്ലാണ്, നമ്മൾ ചെയ്ത് നമുക്ക് പിന്നീട് ലൈഫിൽ അത് വളരെ ഈസി ആയിട്ട് മാറും. ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ നമുക്ക് അതൊരു ഹാബിറ്റ് ആയിട്ട് മാറുന്നില്ല. പിന്നീട് നമ്മൾ എപ്പോഴും ഒരു കാര്യം ഇമോഷണൽ ബൗണ്ടറി സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ അത് നമ്മുടെ ഒരു ഹാബിറ്റ് ആയിട്ട് മാറും. ഒരിക്കലും ഇമോഷണൽ ബൗണ്ടറി സെറ്റ് ചെയ്യുക എന്നത് ഒരു സെൽഫിഷ്നെസ് അല്ല, അത് ശരിക്കും എന്താണ്, സെൽഫ് റെസ്പെക്ട് ആൻഡ് ഇമോഷണൽ പ്രൊട്ടക്ഷൻ ആണ്. ഇത് നമ്മൾ ചെയ്യാതെ വരുമ്പോഴാണ് നമ്മൾ ഡൗൺ ആയി പോകുന്നത്. പകരം നമ്മൾ ഇത് ഓക്കെ ആണ് എന്ന് വിചാരിച്ച് എല്ലാവരുടെ ഇമോഷൻസും നമ്മൾ ക്യാരി ചെയ്ത് കൊണ്ടുപോകുമ്പോൾ നമുക്ക് ആ ഒരു പ്രഷർ താങ്ങാൻ വയ്യാതെ ഒരിക്കലും നമ്മൾ പൊട്ടിത്തെറിക്കും. ആ പൊട്ടിത്തെറിക്കുന്ന ടൈമിൽ നമ്മുടെ റിലേഷൻഷിപ്പും ബാക്കിയുള്ള എല്ലാം നഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. പകരം നമ്മൾ നല്ല രീതിയിലാണ് പോകുന്നതെങ്കിൽ നമുക്ക് ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ഇമോഷണൽ ബൗണ്ടറി സെറ്റ് ചെയ്യാൻ സാധിക്കട്ടെ. അതൊരിക്കലും ഒരു സെൽഫിഷ്നെസ്സോ അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്നും അകന്ന് നിൽക്കലോ അല്ല. നമ്മുടെ ലൈഫ് നല്ല ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകും, സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് മറ്റുള്ളവരെ കൂടി നമുക്ക് ചേർത്ത് പിടിക്കാൻ സാധിക്കുന്നത്. പകരം ഇവരുടെ എല്ലാ ഇമോഷൻസും ക്യാരി ചെയ്ത് കൊണ്ടു നടന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് അവരെ പ്രൊട്ടക്ട് ചെയ്യാനോ അവരെ ചേർത്ത് പിടിക്കാനോ നമുക്ക് സാധിക്കില്ല. അവരവരുടെ ഇമോഷൻസ് അവരവരുടേതാണ് എന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കി നമ്മൾ ഇമോഷണൽ ബൗണ്ടറി സെറ്റ് ചെയ്യുക എന്ന സ്കില്ല് നമ്മുടെ ലൈഫിൽ അക്വയർ ചെയ്യുക.
അപ്പൊ എല്ലാവർക്കും ഒരു നല്ല ശുഭദിനം ആശംസിക്കുന്നു. താങ്ക് യു. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. ബൗണ്ടറീസിനെ പറ്റി നല്ലൊരു സെഷനാണ് മാം ഇന്ന് നമുക്ക് വേണ്ടി എടുത്തത്. നമ്മുടെ റിലേഷൻഷിപ്പിലാണെങ്കിലും കംപ്ലീറ്റ് നമ്മുടെ ലൈഫിലാണെങ്കിലും സെൽഫ് ലവും മാം പറഞ്ഞ പോലെ തന്നെ സെൽഫ് റെസ്പെക്റ്റും ഒക്കെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും ഈ ഒരു സെഷൻ നന്നായി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. അപ്പോൾ ഫീഡ്ബാക്ക് പറയാനായി മറ്റു ടീം മെമ്പേഴ്സിനെ ക്ഷണിക്കുന്നു. ഷാബാസ് മാം, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. നല്ലൊരു ക്ലാസ് ആയിരുന്നു. നമുക്ക് നമ്മളെ വൈകാരിക തലങ്ങളെ എവിടെ നിർത്തണമെന്ന്, ഏത് ഭാഗത്ത്, എല്ലാ നിലയിലും ഒരാളായിട്ട് സംസാരത്തിൽ, ഫിസിക്കൽ റിലേഷൻഷിപ്പ്, എല്ലാ കാര്യങ്ങളും എവിടെ ഒരാളെ ഒരു ബൗണ്ടറി വെച്ച് നിർത്തണം എന്നുള്ളത്. അത് നിർത്തി കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ ലൈഫ് സെറ്റാവും. മറ്റേത് നമ്മൾ വെറുതെ മറ്റുള്ളവരുടെ പ്രശ്നം തലയിൽ കയറ്റി നമ്മളെ ആരോഗ്യം നശിക്കും. ഇതും ചിലത് നമ്മൾ വിട്ടുകളയണം, എന്നാലേ നമ്മളെ ലൈഫ് നന്നാവുള്ളൂ. നല്ലൊരു ഓർമ്മപ്പെടുത്തലായിരുന്നു. താങ്ക് യു മാം. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. മാജിക് മോർണിംഗ് നല്ലൊരു ടോപ്പിക്കാണെന്നത്. കാരണം പൊതുവേ നമ്മൾ ഇന്നത്തെ ക്ലാസ്സോട് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമ്മൾ പൊതുവേ നമ്മൾ മറ്റു സുഹൃത്തുക്കളോട് ഫ്രണ്ട്ഷിപ്പിലൊക്കെ ഉണ്ടാകുമ്പോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, അത് നമ്മൾ ഉൾക്കൊണ്ട് നമ്മളത് പിന്നീട് അത് എന്ത് ചെയ്യും, ഒരു ബുദ്ധിമുട്ട് പോലെ പിന്നീട് വരുന്നത്. അപ്പൊ ഇന്നത്തെ ക്ലാസ് കൊണ്ട് കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ എങ്ങനെയാണ് നിലനിൽക്കേണ്ടത്, നമ്മുടെ ഈ ഇത്രയും കാര്യങ്ങളൊക്കെ കെയർ ചെയ്യേണ്ടതും കാര്യങ്ങളൊക്കെ ഈ ക്ലാസ്സിലൂടെ മനസ്സിലാക്കാൻ പറ്റിയ നല്ലൊരു ടോപ്പിക്കായിരുന്നു. താങ്ക് യു. ഇനിയും ഇതുപോലത്തെ ക്ലാസ്സിൽ പ്രതീക്ഷിക്കുന്നു. നല്ല ടോപ്പിക്കായിരുന്നു കേട്ടോ. താങ്ക് യു. താങ്ക് യു സർ. ഗുഡ് മോർണിംഗ് മാം. നല്ലൊരു ക്ലാസ് ആയിരുന്നു. പക്ഷെ മാം പറഞ്ഞത് ശരിയാ. അറിയാം നമ്മൾ എങ്ങനെയൊന്നും ചെയ്യാം, എന്നാലും ചില സാഹചര്യങ്ങളിൽ വീട്ടിലുള്ള മക്കളായാലും ഹസ്ബൻഡ് പറയണത് നമ്മൾ അനുസരിച്ച് നിൽക്കേണ്ടി വരും. പറ്റില്ല എന്ന് പറഞ്ഞാൽ അവിടെ തീർന്നു, പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ വിചാരിക്കും വീട്ടിലെ പ്രശ്നങ്ങൾ ഉണ്ടാവണ്ട, ഞാൻ ഇത്രയും സഹിച്ചാൽ മതിയല്ലോ, ഞാൻ ഇത്രയും അതിനു വേണ്ടി ഇറങ്ങിയാൽ മതിയല്ലോ എന്ന് പറഞ്ഞ് നമ്മളെല്ലാം ചെയ്യും. പക്ഷെ ഒരു ദിവസം വയ്യാതെയൊക്കെ കിടക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് ഞാൻ ഈ ചെയ്തൊക്കെ വെറുതെ ആയിരുന്നു എന്ന്. ഞാൻ പറഞ്ഞ വളരെ ശരിയായ കാര്യങ്ങളും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, ശ്രമിച്ചു നോക്കും, അതേ പറയാൻ പറ്റും. താങ്ക് യു മാം, നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഇമോഷണൽ ബൗണ്ടറി സെറ്റിംഗ് ഒരു സ്കില്ലാണ്. നമ്മൾ ലൈഫിൽ യൂസ് ചെയ്ത് നോക്കുക, അപ്പോൾ ഓക്കെ ആകും. സ്കിൽസ് എല്ലാം നമ്മൾ ബൈ പ്രാക്ടീസ് ചെയ്ത് ലൈഫിൽ ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. ഒന്നും ഇൻബോൺ ടാലന്റ് അല്ല. മാജിക് മോർണിംഗ് മാം, വളരെ നല്ല ക്ലാസ് ആയിരുന്നു. നല്ല ഡീറ്റെയിൽ ആയിട്ടാണ് ഇന്ന് ക്ലാസ്സുകളെല്ലാം വന്നത്. അതുപോലെ തന്നെ വളരെ ലളിതമായിട്ടുള്ള നല്ല എക്സാമ്പിൾ കൂടെയാണ് ഇന്ന് പോയത്. ഫോണിന്റെ പാസ്വേഡും അതുപോലെ തന്നെ അമ്മയുടെ കാര്യവും. അപ്പൊ നമ്മളൊരു ഹെൽത്തി ലിമിറ്റ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അല്ലെങ്കിൽ നമ്മളതായിട്ടുള്ള കഴിവുകളും ഒക്കെ കൂടി വന്നിട്ട് നമ്മളൊരു സ്ട്രെങ്ത് കുറയുന്നുള്ളതാണ്. അതുപോലെ തന്നെ റിലേഷൻഷിപ്പിനെ ശരിക്കും ബാധിക്കും. അപ്പൊ നമ്മൾ അത് ചെയ്ത് നോ പറയേണ്ട സ്ഥലത്ത് നോ പറയാനും, അത് എന്ത് കാരണം കൊണ്ടാണെന്നുള്ളത് വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കി കൊടുക്കാനും, ഞാൻ പറഞ്ഞതുപോലെ ഇന്ന് കുറച്ച് വർക്ക് കൂടുതലുണ്ടായിരുന്നു, കുറച്ച് സമയം അറ്റൻഡ് ചെയ്യാനുണ്ട്, അതുകൊണ്ട് പിന്നെ സംസാരിക്കുക, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇതാക്കുക. അപ്പം നെഗറ്റീവ് വരുന്ന സമയത്ത് ബ്ലോക്ക് ആക്കും. നമ്മൾ മനസ്സിലാക്കുക ഈ ഇമോഷൻസ് നമ്മളേതും അവരുടേതാണ്, മറ്റുള്ളവരുടെ എല്ലാം കൂടി നമ്മൾ തലയിൽ വെക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. ഇന്ന് വളരെ പ്രാക്ടിക്കലായിട്ട് തന്നെ നമുക്ക് അതിന്റെ സ്കില്ല് മനസ്സിലാക്കിയിട്ട് അതൊരു പ്രാക്ടീസ് ചെയ്തിട്ട് ഒരു സ്കില്ലാക്കി മാറ്റിയെടുക്കാനുള്ള ഒരു നല്ലൊരു ടിപ്പുകളും അതേമാതിരി അറിവുകളാണ് ഇന്ന് നൽകിയത്. വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു സർ. താങ്ക് യു വെരി മച്ച്. നന്നായിരുന്നു. താങ്ക് യു സർ. മാജിക് മോർണിംഗ് മാം, നല്ലൊരു സെഷനായിരുന്നു. നല്ല രീതിയിൽ തന്നെ സിമ്പിളായിട്ട് വളരെ നല്ല ഉദാഹരണങ്ങളോടുകൂടി തന്നെ ഞാൻ പറഞ്ഞു തന്നു. പിന്നെ നമ്മൾ ഓരോരുത്തരും ഒരു കയ്യകല വെക്കണമെന്ന് എപ്പോഴും പറയാറുണ്ട്. പക്ഷേ എന്തോ ഒട്ടും പറ്റാറില്ല. എന്നെ കൊണ്ട് സാധിക്കാറേ ഇല്ലാത്തൊരു കാര്യമാണ്.
എന്തായിരുന്നാലും ഈ ഒരു ക്ലാസ്സിലൂടെ ഞാൻ മാക്സിമം ശ്രമിച്ചു നോക്കാം. വീട്ടിലാണെങ്കിലും നമ്മളെല്ലാം ഓക്കെ, നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് എല്ലാത്തിനോടും ഓക്കെ പറയും. ജോലി സ്ഥലത്ത് പോയാലും ഇനി ഒരു മുഷിവ് വരണ്ട, ഓക്കെ ഇച്ചിരി കൂടെ ഒന്ന് നമ്മൾ ഇത്തിരി കഷ്ടപ്പെട്ടാൽ മതിയല്ലോ, ഓക്കെ പോട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങ് പോകും. കുറച്ച് മനസ്സിൽ എന്നിട്ടും കഷ്ടം തോന്നും, വേണ്ടായിരുന്നു, നമ്മൾ ഇത്രയും ബുദ്ധിമുട്ടുന്നുണ്ടല്ലോ എന്നപ്പോഴൊരു നോ പറയാൻ പറ്റിയെങ്കിലെന്നൊക്കെ പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പക്ഷെ അത് ഈ കൊച്ചിലെ വളർന്നു വന്നതിൻ്റെ ഒരു കുഴപ്പമായിരിക്കാമെന്ന് തോന്നണം. വളർന്നിട്ടും അത് മാറ്റാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്തായിരുന്നാലും ഈ ഒരു ക്ലാസ്സൊക്കെ നമുക്ക് കിട്ടുമ്പോൾ നമ്മളെ തന്നെ ഒരുപാട് മാറ്റേണ്ടിയുണ്ട്. ഞാൻ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ അതൊക്കെ ഒരു സ്കില്ലും കൂടിയാണ്. അത് നമ്മൾ കുറച്ചുകൂടി അത് നമ്മളിലേക്ക് കൊണ്ടുവരേണ്ടതാണ്. പിന്നെ ഇവിടുത്തെ ഈ ഓരോ ക്ലാസ്സുകളിലൂടെ ഒരുപാട് മാറി എന്നുള്ളതാണ്. എന്തായിരുന്നാലും ഈ ഒരു ക്ലാസ് നല്ല ഒരു വ്യക്തിക്ക് ഏറ്റവും ഒരു ഗുണപ്പെടുന്ന ഒരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു മാം. താങ്ക് യു മാം. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്ലാസ്. ഇപ്പൊ ഷൈനി മാം പറഞ്ഞ പോലത്തെ കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ചെറുപ്പത്തിലേ പഠിച്ചു വെച്ച് അതൊന്നും മാറാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് ക്ലാസ്സുകൾ കേട്ടിട്ട് നമുക്ക് മാറ്റങ്ങൾ വരുന്നുണ്ട്. അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഒരുപാട് നല്ല ലൈഫിൽ കാര്യങ്ങൾ. ചേഞ്ച് ആകാൻ പറ്റും. കാരണം ആ അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഞാൻ ഭയങ്കര പീപ്പിൾ പ്ലീസിങ് ആയിരുന്നു കാരണം ഈ നമ്മൾ എവിടെയെങ്കിലും നോ പറഞ്ഞാൽ എല്ലാവരും എന്നെ വെറുക്കുമോ എന്നുള്ളൊരു ടെൻഷൻ, അതായത് എല്ലാവരെയും അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും വേണ്ടി എല്ലാം ചെയ്തു കൊടുക്കുന്ന ഒരു ക്യാരക്ടർ ആയിരുന്നു ഞാൻ. പക്ഷെ ആ ഒരു തോട്ട് നമ്മൾ നോ പറഞ്ഞു കഴിയും, നോ പറയാത്തവർക്ക് ആ ഒരു തോട്ട് ഉണ്ടാവും, നോ പറഞ്ഞാൽ നമ്മൾ അവരെ വെറുക്കുമോ അങ്ങനെയുള്ളത്. പിന്നീട് നമ്മളത് കുറച്ച് പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും, നോ പറഞ്ഞു എന്ന് പറയുമ്പോൾ അവര് നമ്മളെ റെസ്പെക്ട് ചെയ്യാണ്, അല്ലാതെ നമ്മുടെ ടെൻഷൻ അങ്ങനെയാണ്, നമ്മൾ നോ പറഞ്ഞാൽ അവരെ നമ്മൾ അവോയ്ഡ് ചെയ്ത് പോകുമോ, അവരെ ചേർത്ത് നിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എസ് എല്ലായിടത്തും പറയുന്നത്. പക്ഷെ പിന്നീട് നമുക്കത് നമ്മൾ നോ പറയുമ്പോൾ മനസ്സിലാവും, ഇല്ല നമ്മൾ നോ പറഞ്ഞാലും അവർ പോവില്ല, അവർ നമ്മളെ റെസ്പെക്ട് ചെയ്ത് നമ്മുടെ കൂടെ നിൽക്കും. എനിക്ക് തോന്നുന്നു പണ്ട് ഞാൻ ഈ പീപ്പിൾ പ്ലീസിങ് ആയിരുന്ന ക്യാരക്ടർ ആയിരുന്ന സമയത്ത് എനിക്കുള്ള ഫ്രണ്ട്സ് അല്ലെങ്കിൽ എനിക്കുണ്ടായിരുന്ന ഒരു ഇതിനേക്കാൾ കൂടുതൽ ആളുകളുമായിട്ടുള്ള ആ ഒരു സ്നേഹബന്ധം കൂടിയത് നമ്മൾ നോ പറയേണ്ടടുത്ത് നോ പറഞ്ഞ ഒരു ക്യാരക്ടർ സമയത്താണ്. അതന്നെ മാം. ഇപ്പൊ നമ്മളോട് മറ്റൊരാള് നോന്ന് പറയുമ്പോഴും നമുക്ക് വിഷമാണത്. ഇപ്പൊ നമുക്ക് വേണ്ടപ്പെട്ടവരൊക്കെ നോന്ന് പറയുമ്പോ അതും വിഷമാണ്. പക്ഷെ ഇപ്പൊ ഈ ക്ലാസ്സിലൊക്കെ വന്നതിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ വന്നു. ഏറ്റവും ആദ്യം താങ്ക്സ് പറയണ്ട് ബി മാജിക്കിനാണ്. ഇത്രയും നല്ല നല്ല ട്രെയിനേഴ്സിനെ കണ്ടുപിടിച്ച് ഞങ്ങളിലേക്ക് ഇത്ര നല്ല അറിവുകൾ തരുന്ന ബി മാജിക്കിന് എത്ര താങ്ക്സ് പറഞ്ഞാലും മതിയാവില്ല. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്. കുറെ കാലത്തിന് മുമ്പേ ഈ ക്ലാസ് ഒക്കെ കിട്ടിയിരുന്നെങ്കിൽ നമ്മൾ എത്ര സൂപ്പറായി പോയേനെ. ഇപ്പൊ അതാ സങ്കടമായി പോവാൻ. എല്ലാത്തിനും അതിൻ്റെതായ സമയമില്ലേ. അതെ, താങ്ക് യു മാം. നല്ല ക്ലാസ്. എല്ലാവരും പറഞ്ഞ പോലെ തന്നെയാണ് എനിക്കും പറയാനുള്ളത്. നോ പറയേണ്ടടുത്ത് നോ പറയാൻ പറ്റാത്ത ഒരവസ്ഥ. ഇപ്പൊ പക്ഷെ ഇതുപോലെ എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ ഓരോരുത്തരുടെ ക്ലാസ്സുകൾ കേട്ട് കുറേ ചേഞ്ചസ് ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ജീവിതത്തില് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇനിയും മാറണം. നല്ല ഡിസിപ്ലിൻ ആയിട്ടൊരു ലൈഫ് കൊണ്ടുവരണമെങ്കിൽ ഈ പറഞ്ഞതുപോലത്തെ ആ സന്യാസിയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ ശിഷ്യന്റെ മനസ്സിൽ ഇപ്പോഴും നിൽക്കുന്നു എന്ന് പറഞ്ഞ പോലെ നമ്മളുടെ മനസ്സിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ വരുമ്പോൾ അതങ്ങനെ നിന്നുകൊണ്ടിരിക്കും. അവര് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് അവര് പോവും. പക്ഷെ നമ്മളുടെ മൈൻഡിൽ അത് അപ്പോഴും അത് അങ്ങനെ തന്നെ നിൽക്കും. അപ്പോ നല്ലൊരു ക്ലാസ്, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു, മനസ്സിലാക്കാൻ പറ്റി. ഇനി ജീവിതത്തിൽ അത് നമ്മൾ എത്രമാത്രം പ്രാവർത്തികമാക്കുന്നു എന്നതിലാണ് കാര്യം. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്. ഇനി ആരെങ്കിലും ഫീഡ്ബാക്ക് പറയാനുണ്ടോ? ഷബാസ് മാം പറഞ്ഞത് എല്ലാരും പറഞ്ഞതുപോലെ തന്നെ നല്ലൊരു സെഷൻ ആയിരുന്നു. ഷൈനി മാം അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, സംസാരിച്ചോളൂ മാം. ടൈം കഴിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞതായിരുന്നു. സോറി മാം, വോയിസ് ബ്രേക്ക് ആയിട്ടായിരുന്നു കേൾക്കുന്നത്. ടൈം ആയി എന്ന് പറയുമായിരുന്നു ഷൈനി മാം. ഓക്കെ. യെസ്.
അപ്പം നമുക്ക് ഇന്നത്തെ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. നമുക്ക് വേണ്ടി ഇത്രയും നല്ലൊരു ടോപ്പിക്ക് എടുത്തതിനും നമുക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്തതിനും ഷബാസ് മാം ഒരുപാട് താങ്ക് യു. ഇന്ന് ജോയിൻ ചെയ്ത എല്ലാ ടീം മെമ്പേഴ്സിനും താങ്ക് യു സോ മച്ച്. സി യു ടുമോറോ. Thank you everybody. Thank Thank you you, all. Subhash ma'am. Thank you all. താങ്ക് യു മാം. താങ്ക് യു.